സാറേ, സാറിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ടേ ഞങ്ങൾക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നു. സാറിനെ CI ചന്ദ്രമോഹൻ സാറിനെ അറിയോ? ഞങ്ങളുടെ സ്വന്തം ആളായിരുന്നു സാറേ. സാറിന് മനസ്സിലായില്ലേ? കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ട CI ചന്ദ്രമോഹൻ സാറിന്റെ കാര്യമാ പറയുന്നത്. അമ്മയെ തേടി അവള് വരും, അത് ഉറപ്പാ. വിരൽ തുമ്പ് പിടിച്ചു നിൽക്കുന്നവൾക്ക് മുമ്പിൽ തിരിച്ചറിവിന് വേണ്ടി വേറൊരു നാടകം. ഇത്രയും ഗതികെട്ടൊരമ്മ വേറൊരിടത്തും ഉണ്ടാവില്ല. പോട്ടെ ശ്യാമേ, എല്ലാം അവസാനിക്കുന്നതിന് മുമ്പുള്ള ഒരു കൊട്ടിക്കലാശമായിട്ട് കണ്ടാ മതി. ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് മറഞ്ഞിരിക്കാൻ പറ്റില്ല. നിങ്ങൾ അമ്മയും മകളും തന്നെയാവും. സർ, എയർപോർട്ടിൽ നിന്നും ശ്യാം സാർ ഇപ്പോഴും വിളിച്ചിരുന്നു. അവളുമാരെ ചോദ്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ഒരു രക്ഷയില്ലടോ. രണ്ടെണ്ണവും പഠിച്ച കള്ളികളാ. ഓ, ഒരു കട്ടിലും കിടക്കയുണ്ടായിരുന്നെങ്കിൽ ഇത്തിരി നേരം കിടക്കെങ്കിലും ചെയ്യായിരുന്നു. ഇത് ലോക്കപ്പല്ലേ മുത്തശ്ശി? എടി, എന്തായാലും മനുഷ്യരെ കിടത്തുന്ന സ്ഥലമല്ലേ? ചോദ്യം ചെയ്യാൻ എപ്പോഴാ വിളിപ്പിക്കാന്നും അറിയില്ല. അതെ, ഇനി അവര് വിളിപ്പിക്കുമ്പോഴേ നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണോ അത് വെച്ചാ നമുക്ക് ശിക്ഷയിൽ മാറ്റം കിട്ടുക. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ പെരുമാറിക്കോണം. താനെ വനിതാ കോൺസ്റ്റബിൾമാരോട് അവരൊന്ന് ഇറക്കി നിർത്താൻ പറ. ഓക്കെ സാർ. ഇറങ്ങി വരണ്ടാളും. ഞങ്ങൾ എന്തിനാ കൊണ്ടുപോകുന്നേ? തല്ലാനാണോ? അത് നിങ്ങളുടെ സ്വഭാവം പോലെ ഇരിക്കും. വരാനല്ലേ പറഞ്ഞത്? അയ്യോ, ഇറങ്ങി വാ രണ്ടാളും. നടക്കിങ്ങോട്ട്. നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, അറിയാലോ. എന്റെ പൊന്നു സാറേ, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? നല്ല രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ദേഹോപദ്രവം ഒഴിവാക്കാം. കേസിന്റെ സ്വഭാവം അറിയാലോ. പിന്നെ എത്ര കാലമായി നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയിട്ട്? ആരാ നിങ്ങൾക്ക് ഇത് എത്തിച്ചു തരുന്ന ഏജന്റ്? എങ്ങനെയാ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുന്നത്? ഇത്തരം കാര്യങ്ങളാ എനിക്കറിയേണ്ടത്. മര്യാദയ്ക്ക് പറഞ്ഞോ. സർ, എന്റെ ബാഗിൽ അത് ഉണ്ടായിരുന്നുള്ളത് സത്യമാ. പക്ഷെ അത് എവിടെ നിന്ന് വന്നു, ആരവിടെ കൊണ്ടുവച്ചോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഓഹോ, സാറേ, അവിടെ മയക്കുമരുന്ന് കൈമാറ്റം ചെയ്യുന്നത് കണ്ടിട്ടേ ഞങ്ങൾ ആ വിവരം അറിയിച്ചത്. എന്നിട്ട് അവിടെ വന്ന പൊട്ടന്മാരാ. എങ്ങനെ? അല്ല, സാറന്മാരെ ഞങ്ങളെ കളികളാക്കി. ഓ സാറേ, ഞങ്ങൾക്ക് നീതി വാങ്ങിച്ചു തരണം. ആ, നമ്മൾ സംസാരിച്ചു കഴിയട്ടെ, എന്നിട്ട് നീതി ഉണ്ടോന്ന് ഞാൻ നോക്കാം. സാർ കളിയാക്കാണോ? സാറേ, ഞാനൊരു ഫിലിം സ്റ്റാറാ. എനിക്ക് ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉള്ളതാ. ആ, അത് വേണം. നമുക്ക് കുറെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലേ എന്ത് തെമ്മാടിത്തരം വേണമെങ്കിലും കാണിക്കാം. സാറേ, സാറിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ടേ ഞങ്ങൾക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നു. സാറിനെ CI ചന്ദ്രമോഹൻ സാറിനെ അറിയോ? ഞങ്ങളുടെ സ്വന്തം ആളായിരുന്നു സാറേ. സാറിന് മനസ്സിലായില്ലേ? കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ട CI ചന്ദ്രമോഹൻ സാറിന്റെ കാര്യമാ പറയുന്നത്. ഓ, അപ്പോ മൊത്തത്തിൽ ഗംഭീര ബന്ധങ്ങളാണല്ലോ. ഒരാള് സെലിബ്രിറ്റിയാണ്, അടുത്തയാള് വലിയ വലിയ ബന്ധങ്ങളുള്ള ആളാണ്. അതുകൊണ്ട് പറയണ്ടാന്ന് തന്നെയാണ് തീരുമാനം, അല്ലേ? സർ, ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സാറിന് മനസ്സിലാവുന്നില്ലെങ്കിലേ ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാൻ സൗകര്യമില്ല. മുത്തശ്ശിക്കും കൊച്ചുമോക്കും ഇതൊരു സാമ്പിളാ. പിന്നെ
ഇന്നത്തെ ഒരു രാത്രി നിങ്ങൾ ഉറക്കണ്ടെന്ന് ഇവരോട് പറഞ്ഞാൽ അവർ നേരം വെളുക്കുന്നവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാല് ജീവിതത്തിൽ ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ രണ്ടിനെ ഞാൻ പൂട്ടും. ഓർത്തോ? എന്റെ അഖിൽ സാർ, എന്റെ ഭർത്താവ്, എന്റെ രക്ഷകൻ, എന്റെ ദൈവം. അദ്ദേഹത്തിന്റെ ഞരമ്പുകളിലെ ചോരച്ചാലുകൾ അന്ന് മഴയത്തൊഴുകുന്നുണ്ടായിരുന്നു. എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു അഖിൽ സാറിന്റെ മരണത്തിന് മുമ്പേ എന്റെ മരണം സംഭവിക്കണേന്ന്. എന്റെ ചോര കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ദൈവങ്ങളെയും വിളിച്ചൊരോട്ടം. ഈശ്വര, ശ്യാമ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് രാത്രി ആ പാവത്തിന് ഉറങ്ങാൻ പറ്റുമോ? എന്റെ മനസ്സിൽ എന്താ ഇങ്ങനൊരു സംശയത്തിന് തിരികൊളുത്തിയത്? എനിക്ക് ഓർക്കുമ്പോ ചങ്ക പൊട്ടിപ്പോവാ. കണ്ടോടാ മോനെ, ഇപ്പൊ അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അവളുടെ അമ്മയ്ക്ക് വേണ്ടിയാ. അതിനൊരു സംശയവുമില്ല. ആയിക്കോട്ടെ മുത്തശ്ശി, അമ്മയെക്കുറിച്ചുള്ള ചിന്തകള് അയാളുടെ മനസ്സിൽ നിറയട്ടെ. ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് സത്യമാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടട്ടെ. അതുവരെ നമുക്ക് കാത്തിരുന്നേ പറ്റൂ. മുത്തശ്ശി വാ. മോളെ വാ, ഭക്ഷണം കഴിക്കാം. എനിക്കൊന്നും വേണ്ട മുത്തശ്ശി. എന്ന് പറഞ്ഞാൽ എങ്ങനാ? രാത്രി പട്ടിണി കിടക്കാനോ? രാത്രി പട്ടിണി കിടന്നാൽ എന്താ കുഴപ്പം? നമ്മൾ മാത്രല്ലല്ലോ, ലോകത്ത് ഒരുപാട് പേര് പട്ടിണി കിടക്കല്ലേ. ഇന്നത്തെ രാത്രി ശ്യാമമ്മയുടെ എന്തെങ്കിലും കഴിക്കോ? ശ്യാമമ്മയുടെ ഉറങ്ങൂ. എനിക്കൊന്നും വേണ്ട. ഇത്ര കാലമായിട്ട് ഞാൻ ആരാധിക്കുന്ന രൂപ, എന്റെ ദൈവം, ഇരുന്ന് പൊട്ടി പൊട്ടി കരയുന്ന കണ്ടിട്ട് എനിക്കിപ്പോഴും തൊണ്ടയും ചങ്കും ഒക്കെ വേദനിച്ചിട്ട് വയ്യ. താൻ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എടോ, നമ്മള് പല സെലിബ്രിറ്റികളെ ആരാധിക്കും. അവരുടെ ചിന്ത നമ്മുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. എന്ന് കരുതി അവരവരുടെ ജീവിതം വിളിച്ചു പറയുമ്പോൾ നമ്മളെങ്ങനെ ഇമോഷണൽ ആവേണ്ട കാര്യമുണ്ടോ?